ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് നല്ല റിഫ്രഷിങ് ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിറപ്പാണ് റോസ് സിറപ്പ്. അത് ലൈം ജ്യൂസിൻ്റെ കൂടെ ആയാലും പാലിൻ്റെ കൂടെ ആയാലും ഒക്കെ നമ്മളത് മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം ഒരു റൂഹ് അഫ്സയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുന്ന റോസ് സിറപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമല്ല, നോർമൽ വാട്ടർ തന്നെ. ഇത് പാൻ ചൂടായതുകൊണ്ട് ആ ഒരു ആവി പറന്നേ ഉള്ളൂ. പിന്നെ അതിലേക്ക് 1.5 കപ്പ് വെള്ളം, അതിലേക്ക് ഞാൻ 2 കപ്പ് പഞ്ചസാര അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. നാരങ്ങാ നീര് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ആ പഞ്ചസാരയും വെള്ളവും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ പഞ്ചസാര വെള്ളത്തിൽ നല്ലപോലെ മെൽറ്റ് ആവണം, ഡിസോൾവ് ആവണം. ഡിസോൾവ് ആവുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്തത് 1.5 കപ്പ് വെള്ളം, 2 കപ്പ് പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീര്. ഇനി ഇതൊരു പഞ്ചസാര ഈ വെള്ളമായിട്ട് നല്ലപോലെ ഡിസോൾവ് ആവണം. ഡിസോൾവ് ആയിട്ട് അതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നേരം വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിം വെച്ച് ഒരു 5 മിനിറ്റും കൂടെ അതൊന്ന് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കപ്പ് നല്ല ആവി പറക്കുന്ന നല്ല ചൂട് വെള്ളം, നല്ല തിളച്ച വെള്ളം എടുത്തിട്ട് നല്ല ആവി പറക്കുന്ന തിളച്ച വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറേച്ച് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. ലൈക്ക് 1 ടേബിൾ സ്പൂൺ വീതം നമ്മൾ ആ സിറപ്പിലോട്ട് ഇങ്ങനെ ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരുമിച്ചങ്ങ് ഒഴിക്കലും കുറേശ്ശെ ഒഴിക്കാവുള്ളൂ. ഓരോ ടേബിൾ സ്പൂൺ വീതം നമ്മൾ ആ സിറപ്പിലേക്ക് ഒഴിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള സിറപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതുമല്ല നല്ല തിളച്ച വെള്ളവും പിന്നെ ആ തിളച്ച സിറപ്പ് രണ്ടും കൂടി ഒരു നോർമൽ ടെമ്പറേച്ചറും ആ വെള്ളത്തിനാക്കും. അപ്പോൾ നമ്മൾ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു സിറപ്പ് കിട്ടാൻ വേണ്ടിയും കൂടെ നമ്മൾ ഇങ്ങനെ നല്ല ആവി പറക്കുന്ന വെള്ളം ഈ തിളയ്ക്കുന്ന സിറപ്പിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ഒഴിക്കൽ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. എന്നിട്ട് നമുക്കിതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ മൊത്തവും വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് തിളയ്ക്കാൻ വിടാം. തിളയ്ക്കാൻ വിട്ടിട്ട് നമുക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ 2 കപ്പ് ചേർത്ത് പിന്നെ മറ്റേ ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് നല്ലോണം മിക്സായിട്ട് നമ്മൾ ഈ 1 കപ്പ് പഞ്ചസാരയും കൂടെ ഈ വെള്ളത്തിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ ഷുഗർ ഒന്ന് ഈ വെള്ളമായിട്ട് നല്ല ഡിസോൾവ് ആവണം. ഷുഗറെല്ലാം നല്ല രീതിയിൽ അത് മെൽറ്റ് ആവണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുത്തത് ചേർക്കാം. അപ്പം ഷുഗറൊക്കെ നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ രീതിയിലൊന്ന് തിളച്ചും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ റെഡ് ഫുഡ് കളർ ചേർക്കാം. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. സൂപ്പർ റെഡ് ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ഫുഡ് കളർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യും. ഇത് റോസ് സിറപ്പല്ലേ, അപ്പോൾ ഒരു റോസ് കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഏകദേശം റൂഹ് അഫ്സയുടെയൊക്കെ ടേസ്റ്റ്, റൂഹ് അഫ്സയുടെ കളർ ഏകദേശം ഈ കളർ. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഓരോ കളറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ആ കളർ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓരോ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്. ഞാനിവിടെ ഷെഫ് മാസ്റ്ററിൻ്റെ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്.
അങ്ങനെ അത് ജസ്റ്റ് കളറൊക്കെ ആ വെള്ളത്തിൽ നല്ല അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ജസ്റ്റ് തിളയും വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കത് ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഷുഗറും എല്ലാം നല്ലപോലെ ഡിസോൾവ് ആയിട്ടുണ്ട് വെള്ളത്തിൽ. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു 2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. റോസ് വാട്ടർ ഏത് റോസ് വാട്ടറിലും കുഴപ്പമില്ല, ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ റോസ് എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ റോസ് എസൻസും റോസ് വാട്ടറൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് ആ സിറപ്പിന് റോസിൻ്റെയൊക്കെ നല്ലൊരു മണം കിട്ടും. പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരിക്കും. അങ്ങനെ അതും കൂടെ ചേർത്ത് കൊടുത്തു. സാധാരണ ഇത് ഉണ്ടാക്കുന്നത് റോസ് പെറ്റൽസൊക്കെ വെച്ചാണ്. നമുക്കിപ്പോഴത്തെ അവസ്ഥയിൽ റോസ് പെറ്റൽസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരുടെ വീട്ടിൽ റോസ് വാട്ടറൊക്കെ കാണും. റോസ് എസൻസ് ആയാലും ഏത് സൂപ്പർ മാർക്കറ്റിലായാലും അവൈലബിൾ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് മേടിച്ച് ഇത് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഈ ഡ്രിങ്ക് നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അവർ നല്ല പാലിലൊഴിച്ചായാലും നാരങ്ങയുടെ ഉള്ളിലായാലും മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വെക്കാം. ഞാൻ ഉണ്ടാക്കിയ സിറപ്പ് ഏകദേശം തണുത്ത് കഴിഞ്ഞ് ആദ്യം നമ്മളിത് വെള്ളം പോലെ ഇരിക്കും. പക്ഷെ തണുത്ത് കഴിഞ്ഞത് ഏകദേശം നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഒരു സിറപ്പിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ആദ്യം വെള്ളം പോലെ ഇരിക്കും, പക്ഷെ തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് ഇത് ഒരു ബോട്ടിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ക്ലീൻ ആക്കി വെച്ച വെള്ളമൊന്നും ഇല്ലാത്തൊരു ബോട്ടിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതെങ്ങും വീഴാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എനിക്ക് ഇത് റൂ അഫ്സയുടെ ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതും റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് നോമ്പിനായാലും അല്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഡ്രിങ്കാണ് റോസ് സിറപ്പൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഏകദേശം എനിക്കൊരു 3 വീക്സൊക്കെ ഇതിരിക്കും. നമ്മൾ എല്ലാ ദിവസവും ഈ റോസ് സിറപ്പ് കുടിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ഇനി ഇതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ബേസിൽ സീഡ്സ് ആണ്, കസ്കസ്. അത് നമുക്കിഷ്ടമുള്ളത്ര ഇടാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട്, പിന്നെ അതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ ഞാൻ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പുതിനയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗാർണിഷ് ചെയ്തെടുക്കും. പിന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ഗ്ലാസ്സിൽ ഐസ് ഇടും. പിന്നെ കസ്കസ് നമുക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പാലൊഴിച്ചു കൊടുത്ത് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ 2 രീതിയിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് നട്ട്സ് മേളിലിട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം. നട്ട്സ് മേളിലിട്ട് കൊടുക്കാം. പിന്നെ ഈ മധുരം നിങ്ങൾക്ക് പോരാമെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം കുടിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഈ ഒരു സിറപ്പ്. നിങ്ങൾക്കിത് ചെയ്തിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ആവശ്യമനുസരിച്ച് നമുക്ക് പെട്ടെന്നൊരു ഡ്രിങ്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇഫ്താർ ടൈമിനായാലും നല്ല ചൂട് സമയത്തായാലും നമുക്ക് പെട്ടെന്ന് പാലിൻ്റെ കൂടെയോ നല്ല തണുത്ത പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ ലൈം ജ്യൂസിൻ്റെ കൂടെയൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കാണിത്. നിങ്ങൾക്ക് മധുരം വേറെ വേണമെങ്കിൽ പിന്നെ ഇട്ട് നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരൻറ്റി പറയുന്നു. പിന്നെ ഈ റോസിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. പിന്നെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കണം. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം. പിന്നെ ഇതുവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തിട്ട് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. വീണ്ടും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വരെ. താങ്ക് യു.